ഹായ് ഫ്രണ്ട്സ്, ജിസ്ജോയുടെ സംവിധാനത്തിൽ ബിജു മേനോനെയും ആസിഫ് അലിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി 2024 മെയ് 24 റിലീസ് ചെയ്ത ചിത്രമാണ് തലവൻ. ഒരു പ്രൈവറ്റ് ചാനലിന് വേണ്ടി ക്രൈം സ്റ്റോറീസ് അവതരിപ്പിക്കുന്ന ദിലീഷ് പോത്തനിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. സിനിമ തുടങ്ങി ആദ്യ അരമണിക്കൂർ എങ്ങും പിടിതരാതെയാണ് കഥയുടെ ഒഴുക്ക്. കണ്ണൂർ പേപ്പനംതോട്ട എന്ന പോലീസ് സ്റ്റേഷനാണ് കഥയുടെ പ്രധാന പശ്ചാത്തലം. വസുദേവൻ എന്ന സർക്കിൾ ഇൻസ്പെക്ടറായി ബിജു മേനോനും കാർത്തിക് എന്ന സബ് ഇൻസ്പെക്ടറായി ആസിഫ് അലിയുമാണ് സിനിമയിലെത്തുന്നത്. ഇവർ തമ്മിലുള്ള ഈഗോയും കോൺഫ്ലിക്ട്സും ഒക്കെയായി സിനിമ മുന്നോട്ട് പോകുമ്പോൾ നാട്ടിലെ ഉത്സവത്തിൻ്റെ അന്ന് ഒരു കൊലപാതകം നടക്കുകയും അതിനു പിന്നാലെ നടക്കുന്ന സംഭവങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അരുൺ നാരായണനും സിജോ സെബാസ്റ്റ്യനുമാണ് ഈ സിനിമയുടെ നിർമ്മാതാക്കൾ. സംവിധാനത്തിന് പുറമെ ഡയലോഗ്സും എഴുതിയിരിക്കുന്നത് ജിസ്ജോയ് തന്നെയാണ്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ശരൺ വേലായുധനാണ്. BGM ആൻഡ് മ്യൂസിക് ദീപക് ദേവ്, എഡിറ്റർ സൂരജ് CS, സൗണ്ട് ഡിസൈൻ രംഗനാഥ രവി. ആനന്ദ് തേവക്കാടും ശരത് പെരുമ്പാവൂരുമാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ബിജു മേനോനെയും ആസിഫ് അലിയെയും കൂടാതെ മറ്റ് കഥാപാത്രങ്ങളായി എത്തുന്നത് അനുശ്രീ, മിയ ജോർജ്, ദിലീഷ് പോത്തൻ, ശങ്കർ രാമകൃഷ്ണൻ, രഞ്ജിത്ത്, കോട്ടയം നസീർ, സാബുമോൻ, ടെസ, ദിനേശ് പ്രഭാകർ, അൻസൽ പള്ളുരുത്തി, നന്ദനുണ്ണി, അനുരൂപ്, ബിലാസ് ചന്ദ്രഹാസൻ എന്നിവരാണ്. സിനിമയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസുകളായി തോന്നിയത് ബിജു മേനോൻ, ആസിഫ് അലി, മിയ, അനുശ്രീ, ദിലീഷ് പോത്തൻ, കോട്ടയം നസീർ എന്നിവരുടേതാണ്. പേഴ്സണലി ഏറ്റവും മികച്ച പെർഫോമൻസായി എനിക്ക് തോന്നിയത് കോട്ടയം നസീറിൻ്റേതായിരുന്നു. അദ്ദേഹം ആ ക്യാരക്ടറായി ജീവിക്കുകയായിരുന്നു. മേക്കിംഗ് അതിഗംഭീരമായി തോന്നി. ജിസ്റ്റോയുടെ സംവിധാനം, ദീപക് ദേവിൻ്റെ BGM, സൂരജിൻ്റെ എഡിറ്റിംഗ്, ശരൺ വേലായുധത്തിൻ്റെ സിനിമാറ്റോഗ്രഫി ഇവയെല്ലാം മികച്ചു നിൽക്കുന്നതായി തോന്നി. അഡ്വക്കേറ്റായി എത്തുന്ന സാബുമോൻ്റെ പെർഫോമൻസ് എനിക്ക് അത്ര നല്ലതായി തോന്നിയില്ല. ഡയലോഗ് പറയുമ്പോൾ ലിപ്സിംഗ് പല സ്ഥലത്തും മിസ്മാച്ചായി തോന്നി. അതുപോലെ ഡയലോഗ് പറയുമ്പോൾ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ വായിച്ചു പറയുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്. ഡോക്ടറായി എത്തുന്ന ആളുടെ പെർഫോമൻസും അത്ര നല്ലതായി തോന്നിയില്ല. കഥയും തിരക്കഥയും ആവശ്യപ്പെടുന്ന പോലെ വളരെ നല്ല രീതിയിൽ ഒരു ക്രൈം ത്രില്ലർ ക്രിയേറ്റ് ചെയ്യാൻ ജിസ്ജോയ് എന്ന സംവിധായകന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻപിറങ്ങിയ ഫീൽ ഗുഡ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ത്രില്ലർ ജോണറിലേക്ക് അദ്ദേഹത്തിൻ്റെ തുടക്കം പ്രശംസ അർഹിക്കുന്നു. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.